നമസ്കാരം. ചിരിമുട്ടയിലേക്ക് സ്വാഗതം. ഞങ്ങൾ തുടങ്ങിയ ആ ചിരിമുട്ടായി എന്ന ആ ഒരു നർമ്മ രസമുള്ള ഒരു വീഡിയോ ഞങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നുണ്ട്. ഒരു നല്ല ഒരു അഭിപ്രായമാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വളരെ നന്ദി. ഈ ചിരി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വലിയൊരു അനുഗ്രഹമാണ്. അത് ചിരിക്കാൻ കഴിയുക എന്നുള്ളത് വലിയൊരു ഭാഗ്യവുമാണ്. അത് ചിലവരെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ നർമ്മം കേട്ടാൽ പോലും പൊട്ടിച്ചിരിക്കുന്ന ആളുകളും, ചിലവർക്ക് ഈ ചിരിക്കുക എന്ന് പറയുന്നത് എന്തോ ഒരു കുറവായിട്ട് തോന്നുന്ന ആളുകളുമുണ്ട്. പക്ഷേ ചിരിക്കുന്നവരെല്ലാം വളരെ നല്ലവരാണെന്നുള്ള അഭിപ്രായമായത്. ചിരിക്കാത്തവർ സ്വാഭാവികമായിട്ടും അവർക്ക് മറ്റെന്തോ ചില കാര്യങ്ങളിലാണ് അവരുടെ ശ്രദ്ധ. അവർക്ക് അതൊക്കെ പറഞ്ഞെങ്കിൽ അവർക്ക് ചിരി നമുക്ക് ഇതൊന്നും പറഞ്ഞാൽ അവർ ചിരിക്കുന്നില്ല. എന്തായാലും ഞാൻ ഒരല്പം ഒരു നർമ്മം നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. ഇത് ആരെയും വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ കൊച്ചാക്കാനോ ഒന്നുമുള്ള ഒരു വിഷയമല്ല. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവ കഥ, അതിൽ നർമ്മം മനസ്സിലാക്കി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നേ ഉള്ളൂ. ഞാൻ ജാതി പറഞ്ഞു അല്ലെങ്കിൽ അത് പറഞ്ഞൊന്നും പറഞ്ഞ് ദയവ് ചെയ്ത് ആരും എൻ്റെ നേരെ വരരുത്. ഇതൊരു നടന്ന കഥ, അതിലൊരു സംഭവം ഒരല്പം നർമ്മമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാനത് അവതരിപ്പിക്കുന്നത്. ഇത് എന്നടുത്ത് മുമ്പ് പറഞ്ഞത് എൻ്റെ അപ്പൂപ്പൻ ഒരു ധാരണകളുണ്ടായിരുന്നു. മത്സ്യത്തുടയിലൊരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹം അന്നൊരിക്കൽ പറഞ്ഞിരുന്ന ഒരു കഥയാണ്. അത് ഈ തലമുറയ്ക്ക് അറിഞ്ഞൂടാന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേങ്കിൽ ഞാനത് അന്ന് എൻ്റെ മനസ്സിൽ അതൊരു കോറിയിട്ടായിരുന്നു. അത് നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. മുമ്പ് ഈ നാടാന്മാരും നായന്മാരും തമ്മിൽ പാറശാലയിൽ ഭയങ്കരമായ സംഘട്ടനം ഉണ്ടായിട്ടുണ്ട്. അത് വളരെ ഒരു ചെറിയ സംഭവത്തിൽ നിന്ന് തുടങ്ങി അത് വലിയൊരു കാട്ടുപുഴി പോലെ പടർന്ന് പന്തലിച്ചൊരു സംഭവമായിരുന്നു. അപ്പോൾ ഈ എവിടെ നാടാനെ കിട്ടിയ നായരെ കിട്ടിയ നാടാന്മാരും തല്ലും. അത് അങ്ങ് മൂത്ത് വന്നപ്പോൾ ഒരു നായരെ അടിച്ച പ്രതിയെ പിടിക്കാനായിട്ട് ഈ നായർ സ്പിരിറ്റുള്ള 2 പോലീസുകാർ അന്ന് സൈക്കിളിൽ, ഈ പോലീസ് നമ്മുടെ ജീപ്പൊന്നുമില്ല, അന്ന് സൈക്കിളിലാണ് അവർ ആ പഴയ യൂണിഫോമൊക്കെ ഇട്ട് ഇങ്ങനെ ആ സൈക്കിളിൽ ഇങ്ങനെ ഗ്രാമപ്രദേശത്തൂടെ പോയപ്പോൾ ഈ നാടാനെ തിരക്കി അവർ പോയത്. പെട്ടെന്നൊരു എതിർ സൈഡിൽ കൂടെ ഒരു 6 അടി പോക്കും ആചാനുബാഹുമായ നല്ല കറുത്ത്, പക്ഷേ ഈ പൊതുവെ ആ ഭാഗത്തുള്ള ആളുകളെ സംബന്ധിച്ചോളം നല്ല കായിക ബലമുള്ള, കായിക ശക്തിയുള്ള, സാധ്യ പേഴ്സണാലിറ്റി ഉള്ള ആളുകൾ, പക്ഷെ നല്ല കറുത്തവരാണ്. അപ്പം അവരെ ഒരാളെ പിടിച്ചു നിർത്തി ഈ നായർ സ്പിരിറ്റിലുള്ള പോലീസുകാരൻ ചാടി സൈക്കിളിൽ നിന്ന് ഇറങ്ങി. നീ നായരത്തെല്ലാൻ ആളായോടാ എന്നൊരു ചോദ്യം. പെട്ടെന്ന് ചോദ്യവും അതിനോടൊപ്പം തന്നെ കരണക്കുറ്റി നോക്കി ഒരു അടിയും കൂടെ വീണ്ടും ചോദിച്ചു, നീ നായരത്തെല്ലാൻ ആളായോടാ. പെട്ടെന്ന് അയാൾ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, ഞാൻ നാടാനല്ല, ഞാൻ നായരാണ്. അയാൾ അടിമുടി ഒന്ന് നോക്കി, എന്നിട്ട് വീണ്ടും കരണക്കുറ്റിക്ക് ഒരു അടി കൂടെ പോകും. എന്നിട്ട് പറഞ്ഞു, നായർ കറുത്താൽ ഇങ്ങനെയും കറുകൂടാ.